ഞാൻ വിചാരിച്ചെന്താ അറിയോ, നിങ്ങള് പ്രാങ്ക് വെച്ച് വിളിച്ചോ. നല്ല രസമുണ്ട് കേട്ടോ കാര്യത്തില്. അതായത് അന്ന് നമ്മള് കണ്ടില്ലേറെ ചൊർക്ക് കൂടിയിരിക്കണം. ഇല്ലേ എന്താ പറയണേന്. പിന്നെ മെയിൻ പ്ലെയർ അംറാസ് തന്നെയാണ്. അത് കണ്ടാ മതി കളിയില്. ആസ്വദിക്കുന്നതിന് വേണ്ടി ഇന്നാട്ടിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് മാജിക് ലാൻഡ് ടർഫ് സ്റ്റേഡിയത്തിലേക്ക്. പിന്നെ ഗൈസ് നമ്മളെ ജൂബി വന്നിട്ടുണ്ട് പന്തളി കാണാൻ വേണ്ടിട്ട്. പന്തളിയല്ലേ ദിവമോള് ഉറങ്ങിയന്. ദിവ ഇനി മേലാല് ഫോണുമൊക്കെ കയ്യും കൊണ്ട് വന്നാല് തേമ്പ് 30 ടോപ്പ്. അപ്പൊ അതിന്റെ വിന്നേഴ്സിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഓൽക്കുള്ള ഇബ്രു വരുന്നുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മൊത്തം മണി മദ്രസ വിട്ട് വരികയാണ്. എങ്ങനെ ഉണ്ടായിരുന്നോ? ആരാണ് അടിപൊളി? അവിടെ നിക്കടാ, ചോദിക്കട്ടെ കാര്യങ്ങള്. നിന്നെ അങ്ങനെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല. പഠിച്ചതൊക്കെ ഇവിടെ പാടിയിട്ട് പോയാ മതി. പറ്റൂല, അതിനെ കൊണ്ട് കജൂല. ഞാൻ പാട്ടാടി കൊടുക്കും. കയ്യടിക്കടി കയ്യടിക്കടാ ജീബ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുള്ളൂ. യായും വാവും റായും ഷാനല്ലേ. അതിനോക്ക് അവിടെ എത്തിയിട്ടില്ല. അതേപോലെ ചായും മാനും മാനുവോ ഇവിടുത്തെ ചങ്ങായി മാനല്ല പറ. മീമ് നൂന് റാ വാവ് ഷീ ഷൂ സിർ സിറില്ലല്ലോ ഉണ്ടോ? ഇല്ല. എന്നാ സ്കൂള് ഇല്ലേ? ക്ലാസ് ഇല്ലേ ഇന്ന്? ടുഡേ ഡു യു ഹാവ് ക്ലാസ്? എവിടെ പിന്നെ നഖം പറഞ്ഞു പോയി ഗൈസ്. നിക്കട്ടോ. ആ ഇപ്പൊ ക്ലിയർ ആയത്. ബല അസുഖം കൊണ്ടല്ല വാതിന്റെ ഉള്ളിൽ കുടുങ്ങിയ പിന്നെ നഖം പോവാതെ ഓന്റെ അടുത്ത് നിന്ന് വന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാരം ഉണ്ടാവില്ലേ. നഖം എന്റെ മാതിരി തെറിച്ചിങ്ങനെ നിന്നീന്നു. നഖം പോരാനാ ഇങ്ങാണ്ടിട്ടല്ല അളകി ഇങ്ങാണ്ട്. പക്ഷെ മൂപ്പരത് അറിഞ്ഞിട്ടന്നെ പോന്നപ്പോ എന്നോട് ഇഞ്ച നഖം പോന്നിക്കണ്, ഇഞ്ച നഖം പോന്നിക്കണ്. അവനക്കതൊക്കെ പിന്നെ ഭയങ്കര വിളിച്ചല്ലേ. ഒരു ഹായ് കൊടുത്ത കണ്ടില്ലേ? അതാക്കണ ബണ്ട് പാടേ നീച്ചിക്കണ്. പാലിച്ചാണ് ട്രൗസർ കൂടെ ഒക്കെ ചിന്തിക്കണില്ലേ. മെച്ചിന്റെ നിൽക്കാം മാത്രാണ് ഞാൻ പാട കൊടുക്കുന്നത്. പാടൊക്കെ തിന്നങ്ങാണ്ട് നന്നായിക്കോട്ടെ. നല്ല പാട ഓനോ അവന്റെ ട്രൗസർ കൂടെ തിന്നില്ലേ. എങ്ങനെയാടാ പിന്നെ തടി നന്നാകുക? ചെറിയ ഗ്ലാസ് അല്ലേ ചോദിച്ചതോ നിന്നോട്? അത്ര അല്ലെങ്കിലും നിറച്ചുകൊണ്ട് ഫില്ലാക്കി കൊടുക്കാൻ പാടില്ല. കുറച്ച് അതന്നെ പറഞ്ഞു. ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ്സിലായെന്ന് അറിഞ്ഞില്ലേ? അങ്ങനെ കൊടുക്കരുത് എന്നാ പറഞ്ഞതേ. കുറച്ച് കുറക്കുക, ഒരു അരക്കയിൽ കുറക്കുക. അപ്പൊ കുട്ടികൾക്ക് എന്ത് ചെയ്യാ, ഒരു സ്റ്റേബിൾ ആയിട്ട് അത് എടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാരാനും കുടിക്കാനും ഇതാക്കാനും പറ്റും. ആ വേഗം കുടിച്ചാടാ. മന്തിയോ? മറ്റേ പഞ്ചസാര ഇട്ട പാലാണെങ്കിൽ തോന മതി അറിയോ? തന്നെ പഞ്ചസാര ഇട്ട് കാണ്ടല്ലോ കേട്ടോ പാല് കുടിച്ചിട്ടേ. ഈ പാല് കുടിച്ചാൽ പെട്ടെന്ന് വലുതാകുക. അതിന് അടുത്ത മാസം സ്കൂളിൽ ചേർത്താളാണ്. അപ്പൊ വലിയ സ്കൂളിൽ ചേർത്തുമ്പോ ടീച്ചർമാരൊരു വടി ഇങ്ങനെ വെക്കും. ഇങ്ങനെ എന്നിട്ട് ആയിക്കൂടെ നടക്കാൻ പറയും. ആ വടി എൻ്റെ തലമ്മ തട്ടണം, എന്നാലും എന്നെ സ്കൂളിൽ ചേർക്കുള്ളൂ, എടുക്കുള്ളൂ. അതിന് നീളം വെക്കണം. ഇപ്പൊ കല്ലും കരിങ്കല്ല. നാളെ ഇറക്കാം.
എന്ത് വല്യമ്മേ ആ നമ്മളെ കാണാൻ പൂജയിക്കണേ പറഞ്ഞിട്ട് എത്രങ്ങാനും ദിവസമായി ഞാൻ പറയായിട്ടാണ് കരുതും വല്യമ്മ ചിലപ്പോ നമ്മളിന്ന് വല്യമാരത്തും പോയി പോരാ. അപ്പൊ ഗൈസ് ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാൻ പോവുകയാണ്. തറവാട് വ്ളോഗ്. ഓക്കെ, എന്താ പറഞ്ഞ ജിബ്രാനോട് എന്നാ എന്താണ് ഈ കുപ്പായത്തിന് എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ആ ഓനല്ലേ ഫ്രെയിമില്. ജിബ്രാന്റെ പ്രശ്നം എന്താ? എന്താ പിന്നെ പറഞ്ഞേ? പെണ്ണിട്ടണമെന്നോ? ഞാൻ എന്നെ പെണ്ണിട്ടിച്ചരും. എന്നോട് ഈ ചെറുക്കനോട് ഞാൻ തമാശ ക്യാമറമ്മക്ക് കൈ കൊണ്ടുവന്ന ഇവനോട് ഞാനേ പാലുടിച്ചാൻ പറഞ്ഞപ്പോളേ ഓൻ പറഞ്ഞു ഇച്ച് പാല് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു പാലുടിച്ചാലുള്ളൂ വലുതാകുള്ളൂ, വലുതായിട്ട് പെണ്ണിട്ടണ്ട ചോദിച്ചപ്പോ ഇപ്പൊ പാലുടി കഴിഞ്ഞപ്പോ ഓന് പെണ്ണിട്ടണം. ക്യാമറമ്മക്ക് വരല്ലേ പറഞ്ഞു ഞാന്. അവിടെ നിന്ന് പറയാ എന്താണ് എന്റെ പ്രശ്നം? പെണ്ണ് കെട്ടിത്തരേ എനിക്കോ? എന്തിനാ എനിക്ക് പെണ്ണ് ഇഷ്ട? ഇജെന്താ എന്നിട്ട് പെണ്ണിനെ എന്താ കൊടുക്കുക? മുട്ടായിയോ? പിന്നെന്താ കൊടുക്കുക? കായോ? കാറാണ് കേട്ടോ പറയണത്. കോലോ? അതാ അടുക്കളയിൽ എന്തെങ്കിലും പണിയെടുക്കല് തുടങ്ങിയാൽ അടുക്കളയിൽ നിന്ന് അവന് പോകൂല. അപ്പൊ ഉള്ളി ഇങ്ങനെ തോലൊഴിച്ചപ്പോ ഓനിനെ സഹായിച്ചു തരാണ്. ഉള്ളി തോലൊഴിച്ചു തരാണ് എനിക്ക്, ചെറിയ ഉള്ളി. അതിൽ ചോദിച്ചേ അല്ല ജിബ്രാനെ എന്റെ പെണ്ണട്ടിയ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ സഹായിച്ചു കൊടുക്കും. ആ എന്ത് ഉള്ളിയൊക്കെ തൊലിച്ചു കൊടുക്കുക. പിന്നെ എന്നോട് ചോദിച്ചാലോ എപ്പോഴാ ഓനുണ്ടാക്കി കൊടുക്കാൻ പൂതിക്കണല്ലേ സഹായിച്ചാന്. അല്ല റഷീദ് എങ്ങോട്ട് ഓന് ബാഗൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. അടുത്ത മാസം അടുത്ത അധ്യയന വർഷം സ്കൂളിൽ ചേർത്താള നടന്ന ഇവനെ സ്നാക്ക് ബോക്സ് നമ്മൾ ഉച്ചക്ക് കൊണ്ടേ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഈ കാര്യം ബ്രോ സ്കൂൾക്ക് വരുമ്പോ സ്നാക്സ് ബോക്സ് കൂടി കുടിച്ചേണ്ടി വരും. അങ്ങനെ തന്നെയാണ്. സ്നാക്ക് ബോക്സ് ചൂടിച്ചാ മതി. ഞാനും ബസ് വരാനായിക്കോളെ. കിറ്റും കൊടുക്കും. അന്റിലാറും പിടിച്ചുണ്ടോ ജിബ്രാനെ പിന്നെ ഒരു സ്കൂൾ കുട്ടികൾ നിൽക്കുന്നുണ്ട് അല്ലേ? മതി. ഇനി മേലാല് ഫോണുമൊക്കെ കയ്യും കൊണ്ട് വന്നാല് തേമ്പ് ചിറടിച്ച് ഞാൻ പൊട്ടിച്ചു. അല്ല ഇപ്പൊ ഞാൻ പൊട്ടിച്ച് ചിർക്ക് ഓനോട് ഞാൻ ഫോണുമൊക്കെ കൈ കൊണ്ട് വരരുത് ഞാൻ പറഞ്ഞു. എന്നിട്ടോ പിന്നെ ഫോണുമൊക്കെ കൈ കൊണ്ട് വന്നു. എന്തിനാണ് ആന വരുന്നത്? ഇനി മേലാല് നിർമ്മണ്ട ഓ തറവാട്ടിക്ക് പോവല്ലേ? ഇപ്പളാ പോണേ? ഇപ്പളാടാ പോണേ? കാലോണ്ട് ചവിട്ടി നോക്കാം. ഇജിന്റെ ഫോണിന് ചവിട്ട്. ജയോന്റെ നളിച്ചിത്രം കണ്ട് കാണും വെറുതെ പൊളിച്ചും കണ്ട് അടി വാങ്ങാൻ നിക്കണ്ട കേട്ടോ. കിട്ടും ചിറുക്ക കിട്ടിന്റെ അടുത്തുണ്ട്.
ചോറ് പള്ളർച്ച് തിന്നട്ടോ. അന്നെന്നെ നല്ല ഇഷ്ടീകാരം. ആ ഓൻ വേണ്ടാത്രം കാട്ടിട്ടാണ്. എന്താ പണി അവിടെ? അബ്രോ എന്താണ് അവിടെ അങ്ങനെ കുറെ നേരമായിട്ട് തപ്പണത്? എന്താണ് മര്യാദക്ക് ഇവിടെ വന്നോ? എനിക്കതാ നല്ലേ. ഇവിടെ വന്നോ? എനിക്കതാ നല്ലേ. എന്താണ് കയ്യില്? പിന്നെ എന്താ എനിക്ക് അവിടെ പണി? വേത്തിന്നാടാ കുറച്ചു കൊടുക്കടി ചോറ്. ഒന്നായിട്ട് എണ്ണാക്കാൻ തിരിഞ്ഞു കൊടുത്തേക്ക. എന്ത് അത് ഇങ്ങനെ തൊള്ളിയിൽ കൊള്ളണ കൊടുക്കുന്ന അച്ഛൻ എൻ്റെ എണ്ണാക്കി കിട്ടണ ആ കുട്ടികൾക്ക് ഒന്നായിട്ട് ഇപ്പൊ പുറത്തേക്ക് ഉണ്ടാക്കണം വീഡിയോയില്. മറ്റേത് കളയാൻ വേണ്ടി കണ്ട് ചിറി കുത്തി പൊളിച്ചിട്ടോ ചോര തുപ്പിച്ചിട്ടോ. അപ്പൊ നമ്മളിന്ന് ചോറ് തിന്നാൻ പോവാണ്. അപ്പൊ ചോറിനുള്ളത് ഇതാക്കണ നമ്മളെ കുക്കുംബർ അല്ല കോവക്കുപ്പേരി ഉണ്ട്. പിന്നെ മുളകും തക്കാളിയും വാട്ടിയാണ്ടുള്ള ചെറിയൊരു ഐറ്റം കറി അല്ലേ, തക്കാളിക്കറി, താളിപ്പ്. പിന്നെ നല്ല മീൻ പൊരിച്ചതുണ്ട്, അയിലുണ്ട്, ചെമ്പാനുണ്ട്, പുതിയാപ്പിളക്കോരുണ്ട്. പിന്നെ നല്ല ചീനാപ്പറങ്കി ഉപ്പിലിട്ട ഫിഷ് മസാലൻ്റെ ഉപ്പിലിട്ട ചോണ്ട് തിരിച്ച ചിക്കൻ ഉള്ളി. ഇതൊക്കെ കുടിരിക്കൽ തുടങ്ങിയ ടൈമിലേ ഞങ്ങൾ ഇങ്ങനെ ഇത് ചെറുക്കളൊക്കെ ഉപ്പിലൊക്കെ ഇങ്ങനെ ഇതിൽ ഫിഷ് മസാല മാത്രമേ ഇട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെയ്തത്. ചിക്കൻ മസാല മുളകും പൊടി അത് കഴിക്കട്ടെ ഗൈസ്, കൊതി കൊണ്ടില്ലേ? അല്ല റാഷിദ്, എന്താ പരിപാടി? നമ്മളെ ഇൻസ്റ്റാഗ്രാമില് ഒരു ഗിവ് അവേ വെച്ചിരുന്നില്ലേ, 30 ടോപ്പ് പറഞ്ഞാണ്ട് 30 ടോപ്പ്. അപ്പൊ അതിന്റെ വിന്നേഴ്സിനൊക്കെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് ഓൽക്കുള്ള ടോപ്പ് നമ്മൾ അയച്ചു കൊടുക്കാണ്. കൊറിയർ അയക്കാണ്. നടക്കട്ടെ എന്നാ. പിന്നെ ഞാനേ എന്താ പേക്കാക്കണേ ഞാൻ കൊണ്ടേ കൊടുക്ക കൊറിയർ ഓഫീസില്. എന്താ ക്രിക്കറ്റ് മത്സരം ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ. ഞാൻ പോയി വരാം. ഈ പ്രാർത്ഥിക്കണം, ഞാൻ കപ്പും കൊണ്ടേ വരുള്ളൂ. എനിക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ വെറുതെ വിടൂല കേട്ടോ. അതൊക്കെ എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഭാര്യമാരുടെ പുച്ഛമാണ് ഭർത്താക്കന്മാരുടെ ഫുട്ബോൾ. ഞാൻ അതൊക്കെ അടങ്ങിയതല്ലേ, അന്ന് കെട്ടിയ ശേഷം ഇങ്ങനത്തെ നിർത്തിയതല്ലേ. എന്തേ അതായത് ഗൈസ്, നമ്മളെ ഭാര്യമാരെ മുന്നിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം. നിങ്ങളെ കൊണ്ട് ഇതൊക്കെ കൈ വയ്ക്കുമ്പോൾ നമുക്കുണ്ടല്ലോ വാശി. ഞാൻ ഈ കപ്പും കൊണ്ടേ ഞാൻ പെരേക്ക് വരുള്ളൂ കേട്ടോ. വമ്പൻ മത്സരമാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ഒരുവിധം ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സും ഉള്ള മാച്ചാണ് ക്രിക്കറ്റ് കളി. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് തീർപ്പാക്കിയിട്ട് വരാം കേട്ടോ. 4 6 ഞാൻ യുവരാജ് സിംഗേന് ചെറുപ്പത്തെ. ഓക്കെ, ധോണിയൊക്കെ ഇപ്പോഴല്ലേ, അതൊക്കെ നിങ്ങളെ കുട്ടികളത്. ബാങ്ക് കൊണ്ട നേരല്ല. അപ്പൊ ഗൈസ്, ഞങ്ങളെ ക്രിക്കറ്റ് മത്സരത്തിനുള്ള കപ്പ് വാങ്ങിയിട്ട് ഇപ്പൊ ഇറങ്ങുകയാണ്. അപ്പൊ നമ്മളെ ചെക്കന്മാരൊക്കെ ഉമർ ബിൻഷുണ്ട്, എന്താ പാട്ടുകാരന്, പിന്നെ ഷിസി അല്ലേ, പിന്നെ നമ്മളെ ഷാഹിദ് കമാൽ ഉണ്ട്. എല്ലാരും ഉണ്ട് കേട്ടോ. സ്പോൺസർ ചെയ്ത് ആരാണാവും ഉറക്കെ പറഞ്ഞ അന്റെ ഞാൻ കട്ട് ചെയ്തോണ്ട്. പിന്നെ നമ്മളെ കപ്പ് ഉണ്ടല്ലേ, നിങ്ങള് ക്രിക്കറ്റ് കളിക്കാർക്കുള്ള കപ്പ് ഉണ്ടല്ലേ, അത് മയ്യത്താണെന്ന് കരുതണ്ട കേട്ടോ. അലാക്കിന്റെ കപ്പാണ്. ഇപ്പൊ ഞാൻ വണ്ടിയിൽ കൊയറ്റിറങ്ങാണ്ട് കൊണ്ടുവന്നേന്. ഇപ്പൊ അവസാനം പിന്നെ ഇയാളൊക്കെ എന്റെ വണ്ടിയിലാണ് പോരുന്ന അറിഞ്ഞത്. ലാസ്റ്റ് കപ്പ് കയറ്റിയപ്പോ മയ്യത്തല്ലേ എടാ, ഞാൻ വലുതന്നെ ആയിക്കോട്ടെ എഴുതിയിട്ടാണ്. വേറെ വണ്ടി ഉണ്ട് മുന്നില്, അത് ഞാൻ സെറ്റ് ആക്കിയതാ. അതിൽ പോയിക്കോളാ. പോയിക്കോളാ. അപ്പൊ ഗൈസ്, നമ്മളെ ഈ ഒരു ഗ്രൗണ്ടിലാണ് കേട്ടോ. നമ്മളെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടില്ലേ. പിന്നെ നമ്മളെ മെയിൻ അതല്ല, ഇത് ശരിക്കും ഇങ്ങനെ റൂഫിങ് ചെയ്യലില്ലല്ലോ പൊതുവെ. ചെയ്ത ഭയങ്കര ടാക്സാ. ബിൽഡിങ്ങിന്റെ ഇതിലാ വരിക ഇത് ചെയ്ത്. ആണ് കേടെടുത്തിക്കളെ. ഏത് 2 ടർഫുണ്ട്.
ഇതല്ലേ വലുത് ഇതല്ലേ വലുത് ഇതാ വലുത്. ഇതാണെങ്കി ഓക്കെ. ഞങ്ങൾ അതിലൊക്കെ പോയി പോന്നേ. ഗൈസ് ഇതൊക്കെ നമ്മളെ ഫാൻസ് ആണ്. അന്നെ ക്രോപ്പ് ചെയ്തു, അന്നെ ക്രോപ്പ് ചെയ്യും. എടാ അങ്ങൊക്കെ നമ്മളെ ഫാൻസ് അല്ലേ? അതെ ജുബി. പിന്നെ ഗൈസ് നമ്മളെ ജുബി വന്നിട്ടുണ്ട് പന്തളി കാണാൻ വേണ്ടിട്ട്. പന്തളിയല്ല ദിവ മോള് ഉറങ്ങിയന്. സിവ സിവ ഇപ്പൊ ഉറങ്ങിയന് ശരി. സിവ എവിടെ ബാസിനെ നോക്കിയാണ്. എന്താ വർത്താനം എന്നിട്ട്? എന്നാ നമ്മള് കല്യാണത്തിനോണേ ഇൻഷാല്ലാ. മറ്റന്നാള് രണ്ടല്ലാണല്ലേ. എനിക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോരാ കേട്ടോ. അതിന് ഏഷ്യാസിന്റെ കല്യാണം 6 മണിക്കാണ് വൈകുന്നേരം. അപ്പോഴത്തേനും അന്ന് ഉച്ചയാകുമ്പോ ഇന്റർവ്യൂ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോരാ. സെറ്റല്ലേ? പുതിയാപ്പിള ഭയങ്കര ബാറ്റിംഗ് ആണ് അറിയാണ്ടാട്ടോ. അങ്ങോട്ട് എവിടെ അന്റെ ബാറ്റ് എവിടെ? എവിടെ ബാറ്റൊക്കെ കാണിച്ചു കൊടുത്താ? 5 ബാറ്റൊക്കെ ഉണ്ട്. എവിടെ വേദിയിൽ അല്പസമയത്തിനകം കേരളത്തെ നെട്ടിച്ച അന്നണി പുകയത്തിനെ ചീക്കടാ. കപ്പുണ്ട് കപ്പൊക്കെ അതല്ല. അന്റെ ഫാൻസ് കുറെ ഉണ്ട്. വിജയത്തെ ശരിക്കും ബാറ്റ് ചെയ്തിട്ടില്ലേ? അപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പതാ കളിക്കണം തെളുങ്ങ് നോക്ക്. ഇന്ന് തുടങ്ങല്ലടാ. എല്ലാരും ആയില്ലേ? പിന്നെ ഇവിടെ നമ്മുടെ ജിത്തു ബായ് ഉണ്ട്, സ്നേഹ നായരുണ്ട്. ഇത് ഇനീഷ്യലി പറഞ്ഞ പ്രശ്നം ഉണ്ടോ? എന്താ വർത്താനം? ഒന്ന് ചൊറുക്കഴിക്കണല്ലോ. ഏതാണ് ക്രീം? മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പേര്? നല്ല രസമുണ്ട് കേട്ടോ കാര്യത്തില്. അതായത് അന്ന് നമ്മള് കണ്ടില്ലേറെ ചൊറുക്ക് കൂടിയിരിക്കണേ. ഇല്ലേ എന്താ ഉള്ളത് പറയണേന്? എന്നാ നമുക്ക് തുടങ്ങല്ലേ? ജിത്തുബായ് വരൂ. പിന്നെ മെയിൻ പ്ലെയർ അംറാസ് തന്നെയാണ്. അത് കണ്ടാ മതി കളിയില്. വേദിയിൽ ജേഴ്സി കൈമാറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം വമ്പൻ മത്സരത്തിനാണ് ഈ ഗ്രൗണ്ട് സാക്ഷിയാവാൻ. വീഡിയോ കളിയിൽ കണ്ടില്ലെങ്കിലും ഗൈസ് വേദിയിൽ അല്പസമയത്തിനകം MS നാച്ചുറൽ പ്രൊഡക്റ്റ് സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് പ്രൈസ് മണി അല്ലാട്ടോ സോറി വിന്നേഴ്സ് ട്രോഫിക്കും MS നാച്ചുറൽ പ്രൊഡക്റ്റ് തന്നെ സ്പോൺസർ ചെയ്ത റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയിട്ടുള്ള അഖിലേന്ത്യാ ഇൻഫ്ലുവൻസേഴ്സ് ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യഘട്ടമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ക്രിക്കറ്റ് മാമാങ്കം നേരിൽ കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടി ഇന്നാട്ടിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ് മാജിക് ലാൻഡ് ടർഫ് സ്റ്റേഡിയത്തിലേക്ക്. ആളെണ്ണം കുറവാണ് നമ്മള് രണ്ടാള്. അത് മറ്റേ കളിക്കന്നെ അങ്ങനെ പയ്യനാട് സ്റ്റേഡിയത്തിൽ ഒരു മിസ്റ്റേക്ക് വന്നിക്കണ്. ഓല് 12 ആളും ലാസ്റ്റ് ലൈവ് പോയ വീഡിയോ അത് ഓല് ജയിച്ച് ഇട്ടിറങ്ങിയതാണ്. അലമ്പാക്കല് കറക്റ്റ് ഇത് നോക്കാം. നമ്മള് വട്ടത്തിൽ നിന്നുകാണ്ട് എടാ നിജാസ് നിക്ക്, ഉമർ ബിൻ ഷാ ഇങ്ങോട്ട് നിക്കടാ, വെറുതെ നിന്നുകാണ്ടേ എന്തെങ്കിലുമൊക്കെ പറയാം. എന്താ വർത്താനം? പോയി ഓല ടീഷർട്ട് ഇട്ടാണ്ട് അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തി വരികയാണ്. ഇംതിയാസ് എവിടെ? അതിലാരുതേലേ നോക്കാം. ബോളിംഗ് നമുക്ക് അമ്പയർമാരല്ലേ? പിന്നെ നമ്മളിത് എങ്ങനെയാണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഓപ്പണിംഗ് ബോളർ ആക്കെ ഒന്ന് പറഞ്ഞാണ്. ബാറ്റ് ബോളിംഗ് മൂന്നാമത്തെ
അങ്ങനെ ഒരു കണക്കാണ്. രണ്ടാമത്തെ ബോളിംഗ് ഞാനേതാ പെർഫോമൻസ് കഴിച്ചു വെക്കാൻ പറ്റുക ഓൾറൗണ്ടറാ എന്നിട്ട് ലാസ്റ്റ് ആണ്. അല്ല സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. നൗഫലേതാ ഫീൽഡിങ് ഞാൻ എല്ലാവരും ഓപ്പണിംഗ് മനസ്സിലായി ബാറ്റിംഗിന്റെ എവിടെയൊക്കെ ആവശ്യക്കാർക്ക് അനുസരിച്ച് എവിടെയൊക്കെ ഇട്ടോ നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതിൽ അപ്പത്തെ സിറ്റുവേഷൻ എന്താ നോക്കിയിട്ട് ബോളിംഗ് കറക്റ്റ് ആയിരിക്കും. പിന്നെ ഒരാൾക്ക് നമ്മള് മാക്സിമം 3 ഓവർ, അതായത് ബോളർ 2 ഓവർ അല്ലേ? എന്നാ എല്ലാവർക്കും അവസരം കിട്ടിക്കോളും കേട്ടോ. മുനീബ് ഏതാണ്? മറ്റേ ടീപ്പാണ് നമ്മളുടെ. 2 ഓവർ 2 ഓവർ മതി. ബോളർമാര് നല്ല ആൾക്കാർക്ക് 3 എണ്ണം എറിയാം. അത് നമുക്ക് നോക്കിയിട്ട് വിക്കറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ പെർഫോമൻസ് കൊടുത്താൽ മതി. ബാക്കിയുള്ള നമുക്ക് അതിനനുസരിച്ച് ഇതുണ്ട് 10 ഓവർ ആകുമ്പോ ഒരാൾക്ക് 2 ഓവറാണ് പറഞ്ഞതേ. ഇല്ല, പക്ഷെ ഗ്രൂപ്പിൽ 2 ഓവർ എന്ന് പറഞ്ഞു. ഗൈസ്, അങ്ങനെ ക്രിക്കറ്റ് കളി കഴിഞ്ഞു. കുഞ്ഞാമ്പാണ്ടിക്കാടിന്റെ ടീം തോറ്റു. അപ്പോൾ കളി കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞാൻപാടിക്കാടിന്റെ ടീം തോറ്റിരിക്കുകയാണ്. കുഞ്ഞാൻപാടിക്കാടിന്റെ ടീം തോറ്റിരിക്കുകയാണ്. അതിനാണ് ഇജ്ജ് വലുത് സെലക്ട് ചെയ്തല്ലേ? അതൊന്നും വേണ്ടടാ, അങ്ങനത്തെ കളിയൊന്നും വേണ്ടടാ. എന്ത് ആ ഫുഡ് കഴിക്കണം? ആർക്ക് വേണ്ടാന്ന്? അനക്ക് വേണ്ടാന്നോ അതോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടാന്നോ? ഞങ്ങൾക്ക് വേണം. തോറ്റിന്റെ പ്രഷർ ഇഞ്ചെടുത്തിക്ക കൊണ്ടുവരാ. കപ്പ് കൊണ്ടുവരും. എന്ത് തരുടാ? അതാണ്, അതായത് ഒരുവിധം ചെറിയ കപ്പൊക്കെ നമുക്ക് തന്നെയാണ്. അത്തിപ്പത്തിലെ നത്തിനെ പോലെ കണ്ടോ.